വിവിധ ജില്ലകളിൽ നിന്ന് പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വാർത്തകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ജില്ലയിലും ഓരോ പ്രശ്നങ്ങൾ, അത് LDF ഭരിച്ചകാലത്തും UDF ഭരിച്ചകാലത്തുമൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. സ്റ്റേഷൻ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടും അതിൽ നടപടിയിലേക്ക് ആഭ്യന്തര വകുപ്പ് ഇതുവരെ കടന്നിട്ടില്ല എന്നുള്ളതാണ്. പോലീസ് മർദ്ദനം ഇടതുപക്ഷ നയമല്ല എന്നൊക്കെ പറയുമ്പോഴും എന്തുകൊണ്ട് കടുത്ത കുന്നംകുളം കേസിൽ പോലും ഒരു കടുത്ത നടപടിയിലേക്ക് എന്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് കടക്കുന്നില്ല എന്നുള്ളത് മാത്രവുമല്ല, ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ എന്തുകൊണ്ട് മൗനം തുടരുന്നു ഈ വിഷയങ്ങളിൽ എന്നുള്ളത് കൂടിയാണ് ഔട്ട് ഓഫ് ഫോക്കസ് ആദ്യം പരിശോധിക്കുന്നത്. നിഷാദ്, എന്തുകൊണ്ടായിരിക്കും മുഖ്യമന്ത്രി മിണ്ടാത്തത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പം പോലീസുമായി ബന്ധപ്പെട്ട ഈ സർക്കാരിൻ്റെ ഭരണം തുടങ്ങിയതിന് ശേഷം പലപ്പോഴായി പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഞെട്ടിപ്പിക്കുന്ന പല സംഭവങ്ങളും നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. അത് എല്ലാ സർക്കാരുകളുടെ കാലത്തും അത്തരം ആക്ഷേപങ്ങൾ ഉയർന്നു വരിക സാധാരണമാണ്. പക്ഷേ ഇതിപ്പോഴത്തെ ഈ വിവാദങ്ങൾക്കും ഈ വാർത്തകൾക്കും ചില സവിശേഷ സ്വഭാവങ്ങളുണ്ടെന്ന് നമുക്കറിയാം. കാരണം കുന്നംകുളത്തെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ടുപോയി ഒരു കാര്യവുമില്ലാതെ ഒരു യുവാവിനെ പോലീസ് വലിയ തോതിൽ ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരികയും അത് കണ്ട് മലയാളി ഞെട്ടിയിരിക്കുകയും ചെയ്യുകയാണ്. അതിന് പിന്നാലെയാണ് ഒരാൾ തിരുവനന്തപുരത്ത് നിന്ന് പറയുന്നത്, എന്നെ പോലീസ് അടിച്ച് എൻ്റെ ജനനേന്ദ്രിയം തകർത്ത് എനിക്ക് സർജറിക്ക് വിധേയനാകേണ്ടി വന്നു, ഞാൻ കേസ് കൊടുത്തിട്ട് 7 വർഷം എടുത്തു അതിന്മേൽ എന്തെങ്കിലും ഒന്ന് അനങ്ങാൻ, പക്ഷെ നടപടി എടുത്തില്ല എന്ന്. ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന്, കൊല്ലത്ത് നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന്, അങ്ങനെ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പോലീസ് നടത്തിയിട്ടുള്ള പീഡകളുടെ വിവരങ്ങൾ പുറത്തു പറഞ്ഞുകൊണ്ട് മനുഷ്യർ രംഗത്ത് വരുന്നു. അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതിൽ KSUക്കാരോ യൂത്ത് കോൺഗ്രസ്സുകാരോ മാത്രമല്ല, SFIക്കാരും DYFIക്കാരടക്കമുള്ള ആൾക്കാരുണ്ട് എന്ന് ഓർക്കണം. അപ്പോൾ അതിനകത്ത് മുഖ്യമന്ത്രി എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം തന്നെ ഇതൊരു സാധാരണ രാഷ്ട്രീയ വിവാദമല്ല, ഏതെങ്കിലും ഫയൽ നീങ്ങുന്നില്ല എന്നുള്ളൊരു പ്രശ്നമല്ല, ഏതെങ്കിലും അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട കാര്യമല്ല. മറിച്ച് എന്താണ്, ഒരു സംസ്ഥാനത്തെ ഒരു സർക്കാർ സംവിധാനം പൗരന് മേൽ കായികമായ ആക്രമണം നടത്തുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. സർക്കാർ, നമുക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം തരേണ്ടുന്ന ഒരു സർക്കാർ സംവിധാനം പൗരനെ ആക്രമിക്കുകയാണ്. കുന്നംകുളത്തെ യുവാവിനെ ആക്രമിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിനൊരു കാരണം പോലും. ഇനി പോലീസ് പോട്ടെ, അക്രമികളായ ആളുകൾ വന്നപ്പോൾ പോലീസ് ഒരു കൗണ്ടർ അറ്റാക്ക് നടത്തി, അല്ലെങ്കിൽ വഴിയിൽ നിന്ന് പ്രകോപനം ഉണ്ടാക്കിയ ഒരാളെ പിടിച്ച് വണ്ടിയിൽ കയറ്റാൻ വേണ്ടി ഒരു അടിയടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇതങ്ങനെയല്ല. ഒരു കാര്യവുമില്ലാതെ വഴിയിൽ നിൽക്കുന്ന ആൾക്കാരോട് നിങ്ങളെന്തിന് അന്യായം പ്രവർത്തിക്കുന്നു എന്ന് ചോദ്യം ചോദിച്ചതിൻ്റെ പേരിൽ ഈഗോ അടിച്ചിട്ട് പോലീസ് പിടിച്ചുകൊണ്ട് പോയി ഇടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. അങ്ങനെ അടികൊണ്ട മനുഷ്യർ പലതരത്തിൽ ഇപ്പോൾ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ചുണ്ടായ പ്രശ്നത്തെക്കുറിച്ച് രാവിലെ സംസാരിക്കുന്നത് കണ്ടു. ഇങ്ങനെ ഉണ്ടായ സംഭവങ്ങളുടെ ഒരു പൊതു സ്വഭാവം എടുത്താൽ പോലീസ് അതിൻ്റെ ഒരു അമിതാധികാര പ്രയോഗം പൗരന് മേൽ നടത്തുകയാണ്. ശരീരത്തിന് മാത്രം മുറിവേൽക്കുന്ന കേസല്ല ഇത്, നമ്മുടെ അന്തസ്സിന് മുറിവേൽക്കുന്ന, നമ്മുടെ അഭിമാനത്തിന് മുറിവേൽക്കുന്ന കേസാണ്. കാരണം നമ്മളൊരു കാര്യവുമില്ലാതെ പോലീസിനാൽ ആക്രമിക്കപ്പെടുക. ഇപ്പോൾ ഒരു വിഷ്വൽ കണ്ടോ, പീച്ചിയിലെ അത് 2 പേര് നിൽക്കുന്നു, പോലീസും മുഖത്തടിക്കുകയാണ്. മുഖത്തടിക്കുന്നുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ആലോചിക്കണം. ഒന്ന്. രണ്ടാമത്തേത്, മുഖത്തടിയേൽക്കുക എന്ന് വെച്ചാൽ അതിലും വലിയൊരു അഭിമാന നഷ്ടം നമുക്ക് സംഭവിക്കാനില്ല. അതാരാ ചെയ്യുന്നത്? നമ്മൾ ശമ്പളം കൊടുക്കുന്ന, നമ്മുടെ അഭിമാനം സംരക്ഷിക്കുമെന്ന്, നമ്മുടെ സ്വത്ത് സംരക്ഷിക്കുമെന്ന്, നമ്മുടെ ജീവനും ജീവിതവും സംരക്ഷിക്കുമെന്ന് നാം വിചാരിക്കുന്ന ഒരു സംവിധാനം നമ്മെ ആക്രമിക്കുകയാണ്. ആ സംവിധാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ മനുഷ്യരോട്, മലയാളികളോട് വന്നിട്ട് എന്താണ് ഈ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് ഞങ്ങളുടെ പോലീസ് നയമല്ല, ഞങ്ങൾ നടപടിയെടുക്കാൻ പോവുകയാണ്, ഇന്ന ആളുകളെ ഞങ്ങൾ മാർക്ക് ചെയ്തിരിക്കുന്നു, അവരെ ഞങ്ങൾ പുറത്താക്കും എന്നൊക്കെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കേണ്ട, വിശദീകരണം നൽകേണ്ട സവിശേഷ സന്ദർഭമാണിത്. ഞാൻ വീണ്ടും പറയുന്നു, ഇതേതെങ്കിലും കേവലമായ ലഘുവായ രാഷ്ട്രീയ വിവാദമല്ല, മറിച്ച് സർക്കാരിൻ്റെ ഒരു സംവിധാനം മലയാളിയായ പൗരനെ ആക്രമിക്കുന്നു എന്ന സ്പഷ്ടമായ പ്രശ്നമാണ്. ആ പ്രശ്നം വിശദീകരിക്കാനുള്ള പരമമായ ബാധ്യത മുഖ്യമന്ത്രിയിലിരിക്കെ അദ്ദേഹം എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ പ്രതികരിച്ചോളാം എന്ന സമീപനം എടുത്താൽ അതിൽ പരം നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നൊരു പരിപാടി വേറെയില്ല. കാരണം നമ്മോട് വിശദീകരിക്കണം. കാരണം നമുക്ക് DGPയോട് സംസാരിക്കാനില്ല, SIയോടും സർക്കിളിനോടും അല്ല CIയോടും നമുക്ക് സംസാരിക്കാനുള്ള ആളുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന് പറയുന്ന നാം തെരഞ്ഞെടുത്ത് മുഖ്യമന്ത്രിയാക്കിയിരിക്കുന്ന പിണറായി വിജയനാണ്. അദ്ദേഹം ജനങ്ങളോട് ഈ വിഷയത്തിൽ വളരെ വേഗത്തിൽ സംസാരിക്കേണ്ടതുണ്ട്. അദ്ദേഹം സംസാരിക്കുന്നില്ല എന്നത് കാണുക. പോലീസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രശ്നങ്ങളിൽ സ്വീകരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചു പോരുന്ന സമീപനങ്ങൾ തുടർച്ചയായിട്ട് ഇതിനെ കാണാൻ പറ്റൂ. കാരണം അദ്ദേഹം എല്ലായ്പ്പോഴും കാണുന്നത്, ഇപ്പോൾ നോക്കൂ, അദ്ദേഹം നവകേരള സദസ്സ് എന്ന പരിപാടി സംഘടിപ്പിച്ചപ്പോൾ അതിന് പ്രതിഷേധവുമായിട്ട് വന്ന ആൾക്കാരെ പോലീസ് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ കണ്ടാണ്. DYFIക്കാർ കൈകാര്യം ചെയ്യുന്നത് അവർ കണ്ടു, അതിന് അദ്ദേഹം വിശേഷിപ്പിച്ചതും കണ്ടു. ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഗാർഡുകൾ ഇറങ്ങി വന്നിട്ട് ആളുകളെ വടിയെടുത്ത് മാരകമായി ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ അതിനെ മാതൃകാ പ്രവർത്തനം, ജീവൻ രക്ഷാ ദൗത്യം എന്നൊക്കെ വിളിച്ച് പിന്തുണച്ച ആളാണ് അദ്ദേഹം. കാരണം അടികൊണ്ട ആളുകൾ ആരാണ്? യൂത്ത് കോൺഗ്രസ്സുകാരായിരുന്നു. ഇവിടെയും സുജിത്ത് എന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ്, അയാൾക്കാണ് തല്ലുകൊണ്ടത്. അങ്ങനെ ഒരാളെ തല്ലിയ കേസിനകത്ത് സംസാരിക്കാൻ മുഖ്യമന്ത്രിക്ക് മടിയായതുകൊണ്ടായിരിക്കുമോ അദ്ദേഹം സംസാരിക്കാത്തത് എന്ന് ന്യായമായി നാം സംശയിക്കണം. ഇതിനകത്തും അദ്ദേഹം സില്ലി ആയിട്ടുള്ള പൊളിറ്റിക്സ് കാണുകയാണോ? തേർഡ് റേറ്റ് പൊളിറ്റിക്സ് കാണുന്നതുകൊണ്ട് അദ്ദേഹത്തിന് സംസാരിക്കാൻ മടിയുള്ളതെന്ന് ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. അല്ലേ അദ്ദേഹം പറയണ്ടേ ഈ പോലീസ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്, ഈ പോലീസ് ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണ് തടയിടാൻ പോകുന്നത്? എല്ലാവരും പറഞ്ഞ ഒരു ന്യായമാണ്, പോലീസ് പണ്ട് മുതലേ അങ്ങനെയാണ്, ഉമ്മൻചാണ്ടിയുടെ കാലത്തും കരുണാകരൻ്റെ കാലത്തും എല്ലാം പോലീസ് ഇങ്ങനെ അട്രോസിറ്റീസ് ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ കാലത്ത് മാത്രമാണെന്ന്.
അതുകൊണ്ട് അനാദികാലത്തോളം പോലീസിന് ഇത് ചെയ്യാനുള്ള ഒരു ലൈസൻസ് വെച്ച് കൊടുക്കണം നമ്മൾ. ഒരു വർഷം മുന്നോട്ട് പോകുമ്പോൾ അത്രയും പുരോഗമിക്കേണ്ടേ സംവിധാനം, മനുഷ്യൻ. ഒരു ദിവസം മുന്നോട്ട് പോകുമ്പോൾ അത്രയും പുരോഗമിക്കണം. ഒരു വർഷം പോകുമ്പോൾ, ഒരു പതിറ്റാണ്ട് പോകുമ്പോൾ അത്രയും പുരോഗമിക്കാൻ കഴിയണം. അങ്ങനെ പുരോഗമിക്കുന്നില്ലെങ്കിൽ അതിന് പുതിയ വഴികൾ കണ്ടെത്താൻ നമുക്ക് കഴിയണം. അല്ലാതെ ലോകത്ത് എല്ലായിടത്തുള്ള പ്രശ്നമാണ് ധന്യ. നമ്മൾ ലോകം മുഴുവൻ പോലീസ് അട്രോസിറ്റീസിൻ്റെ കാരണം എന്താണ്? നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ അവിടെ എല്ലാമുള്ള പ്രശ്നം പോലീസിന് കിട്ടുന്ന ഇമ്മ്യൂണിറ്റിയാണ്. നിങ്ങൾ അമേരിക്കയിൽ പോയാലും അവിടെ പോലും കാണുന്നത്, പോലീസിന് കാണുന്നത് പ്രത്യേകമായ ഇമ്മ്യൂണിറ്റീസാണ് അവിടുത്തെ മുഴുവൻ അട്രോസിറ്റീസിൻ്റെയും കാരണമെന്ന് അവിടുത്തെ പഠനങ്ങൾ പറയുന്നു. ഏത് രാജ്യങ്ങളിലേക്ക് പോയാലും അവിടെയൊക്കെ പോലീസിന് അബ്യൂസ് ആൻഡ് ഇമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞ ഏർപ്പാടുകളുണ്ട് എന്നുള്ള വിമർശനം വരുന്നുണ്ട്. കാരണം എന്താണ്? സംരക്ഷിക്കപ്പെടുന്നുവെന്ന ബോധ്യമാണ് പോലീസിന് ഇതൊക്കെ ചെയ്യാനുള്ള പ്രേരിപ്പിക്കുന്ന ഘടകം. ആ പൗരൻ്റെ റൈറ്റ്സ് ആണ് പ്രധാനമെന്ന് പോലീസിനെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ പോലീസ് അതിൻ്റെ കൊളോണിയൽ സ്വഭാവം നിരന്തരമായി എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചാൽ അങ്ങനെ പോലീസിനെ ശരിയാവണ്ണം നവീകരിക്കണം, ആളുകളുടെ അന്തസ്സിനെ സംരക്ഷിക്കണം എന്നൊരു പ്ലാനും പദ്ധതിയും ഒന്നും ഇല്ല. എന്ന് മാത്രമല്ല, പോലീസ് യൂത്ത് കോൺഗ്രസ്സുകാരെയൊക്കെയാണ് തല്ലുന്നതെങ്കിൽ നമ്മൾ അതിനകത്ത് മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞാൽ ചീപ്പ് പൊളിറ്റിക്കൽ ഒരു ലൈൻ എടുക്കുന്നതിൻ്റെ പ്രശ്നവും ഇതിനകത്തുണ്ടെന്ന് സ്വാഭാവികമായിട്ട് സംശയിക്കേണ്ടതാണ്. പോലീസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വിവാദങ്ങൾക്കകത്ത് CPM പോലും എന്തുമാത്രം നിസ്സഹായമാണെന്ന് നമ്മൾ കാണുന്നുണ്ട്. സമ്മേളനത്തിനകത്ത് പോലും വിമർശിക്കാൻ അതിന് പറ്റുന്നില്ല. വിമർശിച്ചാൽ ജില്ലാ സമ്മേളനങ്ങളിൽ മുഴുവൻ പിണറായി വിജയൻ നേരിട്ട് വന്നിരുന്ന സാക്ഷ്യം വഹിക്കായിരുന്നു. കാരണം അവിടെ ആർക്കും അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതിനെതിരെ മിണ്ടാൻ പറ്റിയില്ല. പക്ഷേ ജനം ഇതൊന്നും മറന്നുപോയില്ല എന്ന് ഓർക്കണം. ഞാൻ വീണ്ടും പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്. അതായത് ഈ നവകേരള സദസ്സ് നടത്തിയപ്പോൾ ആ സദസ്സിൽ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ ഗാർഡ്സ് ഇറങ്ങി വന്നിട്ട് ആൾക്കാരെ തല്ലുന്ന ദൃശ്യം മലയാളി കണ്ടതാണ്. അതിനെ ന്യായീകരിച്ച മുഖ്യമന്ത്രിക്ക് ജനം തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ കൊടുത്ത മറുപടി എന്താണ് എന്ന് നാം കണ്ടാണ്. അതുകൊണ്ട് ജനം ഇത് മറന്നുപോവില്ല. മറ്റേത് രാഷ്ട്രീയ വിവാദങ്ങൾ മറന്നാലും ഈ കാലാകാലങ്ങളിൽ ഓരോ സർക്കാരിനെയും വീഴ്ത്തിയിട്ടുള്ളതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ടുള്ള വിവാദങ്ങളാണ്. പോലീസ് കയറി ഇറങ്ങി മോശമായി പെരുമാറുന്നത് ജനം മറക്കില്ല. കാരണം ജനത്തിന് നേരിട്ട് അനുഭൂതിയാണ്. ലോകത്ത് എല്ലായിടത്തും പോലീസ് എന്ന് വെച്ചാൽ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വകുപ്പാണല്ലോ. ആ വകുപ്പ് പിഴച്ചാൽ സർവത്ര സർക്കാരിന് അതൊരു ഖ്യാതി നഷ്ടം ഉണ്ടാകുമെന്ന്. സോ അത് ഈ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ പിണറായി വിജയൻ സർക്കാരിനുണ്ടാക്കാമെന്ന് പരിക്ക് വലുതാണ്. അത് ഇവരെന്ത് ചെയ്യാൻ പോകുന്നു നോക്ക്. ഇപ്പോൾ ടോൾ ഫ്രീ ആൾക്കാർക്ക് വിളിക്കാൻ കോൾ സെൻറ്റർ ഏർപ്പാടാക്കാൻ പോവുകയാണ് അത്ര വേഗത്തിൽ പ്രശ്നപരിഹാരങ്ങൾക്ക് CM-ൻ്റെ ഓഫീസിൽ. ഈ കേസുകൾ മുഴുവൻ എടുത്തു നോക്കി. ഈ കേസുകളിൽ മുഴുവൻ ആൾക്കാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയവരാണ്. ഈ അടി കൊണ്ടുവന്നും എൻ്റെ പരാതി പരിഗണിച്ചില്ല എന്നും FIR ലെറ്ററൊന്നും ശിക്ഷിക്കപ്പെട്ടില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർ മുഴുവൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി പരാതി പറഞ്ഞവർ, അവിടെ എഴുതി കൊടുത്തവർ, അവിടെ 8, 10, 19 മാസം വരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ പരാതി മുഴുവൻ കെട്ടിക്കിടന്നു. എന്നിട്ട് മുഖ്യമന്ത്രി ഇനി കോൾ സെൻറ്റർ ഉണ്ടാക്കും. എന്തിനാണ്? അപ്പോൾ ഇത് ഭരണം എന്ന നിലയ്ക്ക് ജനങ്ങൾക്ക് നിരന്തരം ഡെയിലി അനുഭവവേദ്യമാകുന്ന ഒരു വകുപ്പിനെ നവീകരിക്കുന്നതിൽ കൊണ്ടു നടക്കുന്നതിനുണ്ടായിട്ടുള്ള വലിയ പരാജയം എന്ന് മാത്രമല്ല, പിഴവുകൾ ഉണ്ടാകുമ്പോൾ അംഗീകരിക്കാനുള്ള മടി. അംഗീകരിക്കാന്ന് വെച്ചാൽ പോട്ടെ, ഇനിയും സുജിത്തിനെ മാത്രമല്ല DYFIക്കാരെയും ഈ പോലീസ് തല്ലിയിട്ടുണ്ട് എന്ന കാര്യം ആലോചിക്കണ്ടേ? അതെങ്കിലും പരിഗണിക്കണ്ടേ? ആരാണ് ഈ സർക്കാരിനെ ഉണ്ടാക്കിയത്? താഴെത്തട്ടിൽ കൊടി പിടിച്ച് നടന്ന DYFIക്കാരും പാർട്ടിക്കാരും അല്ലേ? അവരെയും കൂടി തല്ലുന്ന പോലീസിനെ എന്താണ് നിങ്ങൾക്ക് നിയന്ത്രിക്കാനുള്ള മടി എന്താണ്? അല്ലെങ്കിൽ ആ പോലീസിന് തെറ്റിപ്പോയി എന്ന് പറയാനുള്ള ഒരു വാക്ക് പറയാനുള്ള മടി എന്താണ്? ഇപ്പോഴും അവരുടെ മനോവീര്യത്തെക്കുറിച്ച് മാത്രം ഊറ്റം കൊടുക്കുന്നതിൻ്റെ യുക്തി എന്താണ്? അപ്പോൾ ഇത് ഞാൻ ഫൈനലി ഇത് മലയാളി പൗരനോടുള്ള ഒരു തരം ഇൻസൾട്ടാണ്. നിങ്ങളെ ഞങ്ങളുടെ പോലീസ് അടിക്കും, നിങ്ങൾ അടി കൊണ്ട് നിലവിളിക്കും. എന്താണ് സംഭവം ചോദിക്കുമ്പോൾ ഞാൻ വിശദീകരിക്കാൻ വരികയുമില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം ഒരു ധാർഷ്ട്യം നിറഞ്ഞ നിലപാടാണ്. അത് തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാവേണ്ടതുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തോട് പറയാൻ തിരുത്താൻ കഴിയുന്ന ഏതെങ്കിലും ഫോഴ്സസ് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരത് ചെയ്യേണ്ടതാണെന്ന് ഞാൻ പറയാം. യെസ് ദാവ് സാർ, ഇത് പറഞ്ഞതുപോലെ ഇത്രയധികം കേസുകൾ പോലീസിനെതിരെ, അത് പ്രതിപക്ഷത്തിരിക്കുന്നവർ മാത്രമല്ല പരാതിപ്പെടുന്നത്, ഭരണപക്ഷത്തിരിക്കുന്ന CPM-ന് പരാതിയുണ്ട്. SFI എല്ലാ കാലത്തും പറയുന്നു DYFIക്കാരെ പോലീസ് സ്റ്റേഷനിൽ അപമാനിച്ചു എന്ന് പറയുന്നു. അപ്പം നിരന്തരം പരാതികൾ വരുന്നു. ഏതെങ്കിലും കാലത്ത് ഇങ്ങനെ അഴിച്ചുവിട്ടിട്ടുണ്ടോ പോലീസിനെ? അല്ല, ഇതിൽ ഇപ്പോൾ ഈ കുന്നംകുളത്ത് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതുകൊണ്ടാണല്ലോ ഈ ചർച്ച നടക്കുന്നത്. കുന്നംകുളത്ത് സംഭവം 2023-ലല്ലേ, 2023 നടന്ന സംഭവമാണ്. ഈ കഴിഞ്ഞ ഇത്രയും കാലമായി ഇതുമായി ബന്ധപ്പെട്ട് ഇവർ പലതരത്തിൽ പല ഫോറങ്ങളിൽ പരാതികൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ചർച്ച ചെയ്യപ്പെട്ട എന്തുകൊണ്ടാണ്? ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നു എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. അതിനുശേഷം വേറെയും ദൃശ്യങ്ങൾ വരുന്നു, വേറെയും ആളുകൾ പരാതികളായിട്ട് വരുന്നു. പക്ഷേ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മറന്നു പോകുന്നൊരു സംഭവമുണ്ട്. ഇതിപ്പോൾ കുന്നംകുളത്ത് പ്രശ്നം ഉന്നയിച്ചിരിക്കുന്നത് പ്രതിപക്ഷത്തുള്ളൊരു കക്ഷിയാണ്. സുജിത്ത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാരനാണ്. പീച്ചിയിൽ പ്രശ്നം ഉന്നയിച്ചാൽ അവിടുത്തെ ഒരു കച്ചവടക്കാരനാണ്. നോക്കൂ, ഈ ഭരണപക്ഷത്തുള്ളൊരു MLA 1.5 ആഴ്ച തുടർച്ചയായി പത്രസമ്മേളനം നടത്തി വിളിച്ചു പറഞ്ഞാൽ എന്തായിരുന്നു? അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ കുന്നംകുളം ചീള് കേസാണെന്നേ. അദ്ദേഹം എന്താണ് PV അൻവർ എന്ന് പറയുന്ന CPM-ൻ്റെ MLA, അദ്ദേഹം CPM-ൻ്റെ MLA ആയിരിക്കെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദാവൂദ് ഇബ്രാഹിമിൻ്റെ ടീമാണിതെന്നാണ് കേരള പോലീസിനെ കുറിച്ചാണ് പറഞ്ഞത്. ദാവൂദ് ഇബ്രാഹിമിൻ്റെ പണിയെടുക്കുകയാണ് ഇവന്മാർ വ്യാജ നാർക്കോട്ടിക് കേസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇവന്മാർ തന്നെ ഇത് കടത്തിക്കൊണ്ടുവരികയാണ്. സബ്സ്റ്റൻസ് കടത്തിക്കൊണ്ടുവന്നിട്ട് അവിടെയും ഇവിടെ ആൾക്കാരെ മേലെ പിടിപ്പിച്ചിട്ട്
കേസെടുക്കുകയാണ്, ഇവന്മാർ സ്വർണം പൊട്ടിക്കുകയാണ്. ഇത് മാത്രമല്ല, അതിൽ നിന്നുള്ള വിഹിതം എവിടെയൊക്കെ പോകുന്നു? സംസ്ഥാനത്തെ ഉന്നത പോലീസ് അധികാരിക്ക് പോകുന്നു. CMൻ്റെ ഓഫീസിൽ പോലീസിൻ്റെ കാര്യം നോക്കുന്ന ആളുണ്ട്, പൊളിറ്റിക്കൽ സെക്രട്ടറി, പാർട്ടി നിശ്ചയിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ ഏക ചുമതല എന്താണ്? പോലീസിനെ പാർട്ടി നയത്തിനനുസരിച്ച് ചലിപ്പിക്കുക. അതിനു വേണ്ടി ഉണ്ടാക്കിയതാണ്. അദ്ദേഹം ഇതിൽ പങ്കുകാരനാണ്, ഞാൻ പറയുമല്ല എന്നാര് പറയുന്നു? ഭരണപക്ഷത്തുള്ളൊരു MLA വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ ഒരു പക്ഷേ കേരള ചരിത്രത്തിൽ തന്നെ പോലീസിനെതിരെ ഒരാളും ഉന്നയിച്ചിട്ടില്ലാത്ത വിധം അതിഗുരുതരവും അതിമാരകവുമായിട്ടുള്ള ആരോപണങ്ങൾ ഭരണപക്ഷത്തുള്ളൊരു MLA നിരന്തരമായി ഇവിടെ ഉന്നയിച്ചു. ഇപ്പോൾ മുഖ്യമന്ത്രി ഒന്നും പറയുന്നില്ല, നിഷാദ് പറയും. അന്ന് മുഖ്യമന്ത്രി വല്ലതും പറഞ്ഞിരുന്നു? അന്ന് അദ്ദേഹം അൻവറിനെ എന്താക്കി കള്ളക്കടത്തുകാരനാക്കി എന്നുള്ളതല്ലാതെ അദ്ദേഹം ഉന്നയിച്ച പെർട്ടിക്കുലറായിട്ടുള്ള സംഗതികൾ അതേക്കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന വല്ല വിശദീകരണം കൊടുക്കാൻ പറ്റും. ശശി നന്നായി കാര്യങ്ങൾ ശശി നന്നായി കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെന്നാണ് പറഞ്ഞത്. അവിടെ ഇന്ന് മാത്രമേ തലതിരിച്ചിടാൻ ശ്രമിച്ചു. അൻവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയം എന്തായിരുന്നു? ഇവിടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സ്കാനിങ് മെഷീൻസ് ഉള്ള എയർപോർട്ടാണ് കാലിക്കറ്റ് എയർപോർട്ട്. അവിടുന്ന് സ്വർണം പിടിക്കുന്നില്ല. സ്വർണം കടത്തിക്കൊണ്ടിരുന്നു, പക്ഷേ എയർപോർട്ടിൽ നിന്ന് പിടിക്കുന്നില്ല. പുറത്തു നിന്ന് പോലീസ് പിടിക്കുന്നു. ഇതാണ് അൻവർ ഉന്നയിച്ച ആ പരാതി ശ്രദ്ധിക്കണം. എന്താ പരാതിയുടെ ക്രക്സ് എന്താണ്? പിടിക്കേണ്ടിടത്തുനിന്ന് പിടിക്കുന്നില്ല, പക്ഷേ പോലീസിൻ്റെ ജുറിസ്ഡിക്ഷൻ ഇല്ലാത്ത കാര്യമാണ്. സ്വർണം പിടിക്കൽ കസ്റ്റംസുകാരുടെ ഉത്തരവാദിത്തമാണ്. കസ്റ്റംസുകാർ പിടിക്കാതിരിക്കുകയും പോലീസുകാർ കൃത്യമായി പിടിക്കുകയും ചെയ്തു. അതെങ്ങനെ സംഭവിക്കുന്നത്? ഇത് ഇത്രയും വലിയ സോഫിസ്റ്റിക്കേറ്റഡായുള്ള മെഷീൻസുമായിട്ട് ഇരിക്കുന്ന കസ്റ്റംസിലെ ആൾക്കാർക്ക് ഇത് സ്കാൻ ചെയ്യാൻ പറ്റുന്നില്ല, അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, അവരെ പിടിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇവന്മാർ പുറത്തിറങ്ങിയ ഉടനെ പോലീസ് പിടിക്കുന്നു. അതെങ്ങനെ സാധിക്കും? ആ ആരോപണം ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി ചെയ്ത പണി കണ്ടില്ലേ? തല തിരിച്ചിട്ടു. എന്ത് കള്ളക്കടത്തുകാരെ പിടിക്കുന്നതിൽ ഇങ്ങേർക്ക് അമർഷം, അതിനുള്ള രോഷമാണ് ഇയാൾ പ്രകടിപ്പിക്കുന്നത്. ആ ഉന്നയിക്കപ്പെട്ട വിഷയത്തിൽ ഏറ്റവും ഗുരുതരമായൊരു വശമുണ്ടല്ലോ, അത് ഗംഭീരമായി മറച്ചു വെക്കപ്പെട്ടു. അപ്പം അൻവർ ഉന്നയിച്ച വിഷയം എന്തായിരുന്നു? ഇത് പുറത്തു നിന്ന് പിടിച്ചിട്ട് ഇത് ഇവരെന്താക്കണം? പങ്കുവെക്കുകയാണ്. ഇതിവരെല്ലാവരും ചേർന്ന് പങ്കുവെക്കുകയാണ്. ഇതാണ് ഉന്നയിച്ച വിഷയം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ കുന്നംകുളം സംഭവം എന്തുകൊണ്ടാണ് അതിൻ്റെ ഒരു ആ ദൃശ്യത്തിൻ്റെ ഒരു ഭീകരത അത് മലയാളിയെ ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട്. പോലീസുകാരോട് നമ്മൾ ശ്രദ്ധിക്കണം. പോലീസുകാരോടുള്ള മലയാളിയുടെ മനോഭാവത്തിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ പോലീസുകാർ മുമ്പ് ഒരാൾ ഇടിച്ചാൽ താഴെ വന്ന ആളുകൾ എന്താ കമൻറ്റ് ചെയ്യുക? കൊടുക്കണം അവന്. ആ മട്ടിലാണ് ആളുകൾ കമൻറ്റ് ചെയ്യുക. ആക്ഷൻ ഹീറോ ബിജുവിന് കിട്ടിയ സപ്പോർട്ടുണ്ടല്ലോ, ആ നിലയ്ക്ക് ഇപ്പം അങ്ങനെയല്ല. പോലീസ് സാധാരണഗതിയിൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ പോലും താഴെ വന്ന ആളുകൾ എന്താണ് കമൻറ്റ് ചെയ്യുന്നത്? പോലീസിനെ കുറിച്ച് മലയാളിയുടെ മനോഭാവത്തിൽ തന്നെ മാറ്റം വരുന്നതിന് കാരണമായിട്ടുണ്ട് ഈ കുന്നംകുളം സംഭവമല്ല, കുന്നംകുളം സംഭവത്തിൻ്റെ ദൃശ്യം മനസ്സിലാക്കണം. കുന്നംകുളം സംഭവം നേരത്തെ ഉന്നയിക്കപ്പെട്ട വിമർശനങ്ങളും പരാതികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ ചെറുതാണ്. അപ്പോൾ അന്നൊന്നും പ്രതികരിക്കാത്ത, അന്നൊന്നും അതിനോട് ഞാൻ ഉത്തരം പറയേണ്ടവനാണ്, ഞാൻ അതിൽ റെസ്പോൺസിബിളാണ് എന്ന് ബോധ്യമില്ലാത്ത മുഖ്യമന്ത്രി ഇപ്പോൾ എന്തോ പറയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മണ്ടത്തരാണ്. അദ്ദേഹം ഒന്നും പറയാൻ പോകുന്നില്ല. പറയാൻ പോകുന്നതിന് കാരണം വെച്ചാൽ അദ്ദേഹം ഈ പറഞ്ഞ ഈ എല്ലാ നിലക്കുമുള്ള ഒരു ഇമ്മ്യൂണിറ്റി അചോദ്യ മാർപ്പാപ്പയായി നിൽക്കുകയാണ്. പാർട്ടിയാണല്ലോ ഇത്തരം സന്ദർഭങ്ങൾ തിരുത്തേണ്ടത്. പാർട്ടി തിരുത്തുന്നില്ലെന്നേ. പാർട്ടി സമ്മേളനങ്ങളിൽ പോലും നീ ആ ദൃശ്യം മാത്രം ഒന്ന് നോക്കൂ. മെനിയാന്നല്ലേ നമ്മുടെ കൊല്ലത്ത് ലിജോ റോളൻസ് അവിടെയുള്ള നെടുമ്പന ലോക്കൽ സെക്രട്ടറിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പോകുന്ന എന്തിനാണ്? ഒരു പരാതിയുമായിട്ട് ഒരു യുവതി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു. ആ യുവതിയോട് അപമര്യാദയായിട്ട് പോലീസ് സ്റ്റേഷനിൽ പെരുമാറുന്നു എന്ന് ഈ യുവതി ഇങ്ങരോട് പറയുന്നു. ഇങ്ങനെ ഉത്തരവാദപ്പെട്ട ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക്, ഒരു ലോക്കൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ അതേക്കുറിച്ച് ചോദിക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തെ കൈയേറ്റം ചെയ്യുന്നു. അതേക്കുറിച്ച് ഈ ലോക്കൽ സെക്രട്ടറി ശ്രദ്ധിക്കുക, CPIMൻ്റെ നെടുമ്പന ലോക്കൽ സെക്രട്ടറി, അദ്ദേഹം 2019 മുതൽ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന ആളാണ്. ആ ലോക്കൽ സെക്രട്ടറി നമ്മുടെ ക്യാമറയോട് സംസാരിച്ചുകൊണ്ടിരിക്കും. പാർട്ടി പ്രവർത്തകർ വന്ന് തടയുകയാണ്. ക്യാമറ ഷട്ടർ അടക്കുകയാണ്. പാർട്ടി തീരുമാനമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് സംസാരിക്കേണ്ട, സഖാവ് സംസാരിക്കേണ്ട, അത് പാർട്ടി നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് അതിനൊരു ഉളുപ്പുമില്ലല്ലോ. ഇതൊക്കെ നാട്ടുകാർ കാണുകയല്ലേ. അങ്ങനത്തെ ഒരു സങ്കോചമില്ല. അപ്പോൾ ഈ നിലക്ക് ഇപ്പോൾ പോലീസിൻ്റെ ഈ പറഞ്ഞ ക്രിമിനൽ ആക്ടിവിറ്റി ആവട്ടെ, അട്രോസിറ്റി ആവട്ടെ, ഈ പറയുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് അതിന് മേൽ കൺട്രോൾ ഇല്ലാത്താവട്ടെ,
ഇതൊന്നും എവിടെയും ചോദ്യം ചെയ്യപ്പെടുകയോ വിമർശിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. ചോദ്യം ചെയ്യും, വിമർശിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്ന എന്താണ് വിയോജിപ്പോടെ ഇടതുപക്ഷം ടീമുണ്ടല്ലോ, അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണി കണ്ടോ? ഇവിടെ പോലീസിൻ്റെ ഈ അട്രോസിറ്റിയെ പോലെ തന്നെ ഏറ്റവും അധികം പോലീസിനെതിരെ വന്ന പരാതി എന്താണ്? കഴിഞ്ഞ 10 വർഷമായിട്ട്, കഴിഞ്ഞ 9 വർഷമായിട്ട് സംഘപരിവാറിന് വേണ്ടി നിലകൊള്ളുന്നതാണ്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന സംഘടനയിലെ പ്രവർത്തകർ ഒരു പലസ്തീൻ അനുകൂല റാലി നടത്തുന്നു. റാലിയല്ല, ഒരു ചെറിയൊരു പ്രകടനം, വളരെ കുറച്ച് ആളുകൾ പങ്കെടുത്തൊരു പ്രകടനം. അതിനെതിരെ 189, 190, 191, 192 ഈ 4 വകുപ്പുകളിട്ട് കേസെടുക്കുന്നു. കലാപശ്രമമാണെന്ന് മനസ്സിലാക്കണം, കേസ് കലാപശ്രമമാണ്. അപ്പോൾ അതിനെ ന്യായീകരിക്കുന്നത് ഈ എന്താണ്, കേരളത്തിലെ അറിയപ്പെട്ട ഇടതുപക്ഷ ബുദ്ധിജീവികൾ, ആസ്ഥാന ബുദ്ധിജീവികൾ എന്ന് വിളിക്കാവുന്ന ആളുകൾ അവൻ ന്യായീകരിക്കുകയാണ്. എന്താണെന്നറിയോ? ക്ഷേത്രഭൂമിയിൽ പ്രകടനം നടത്തി. ഒന്ന് ആലോചിച്ച് നോക്കി, ഇവർ ഈ പിണറായി വിജയൻ്റെ പോലീസ് നയങ്ങളെ, ഈ സംഘപരിവാർ നയങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി എന്തുമാത്രം അപകടകരമായിട്ടുള്ള കളിയാണ് കളിക്കുന്നത്. ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു ഇടതുപക്ഷ കർസേവ നടന്നിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ മാടായിൽ സാമാന്യമായിട്ട് ആളുകൾ വൈകുന്നേരം പോയിരിക്കുന്ന ഒരു ഒഴിഞ്ഞ സ്ഥലം, കാറ്റുകൊള്ളാൻ പോയിരിക്കുന്ന സ്ഥലം, ഒരു റിക്രിയേഷൻ സെൻറ്റർ, അത് ഒരൊറ്റ ദിവസം കൊണ്ട് പവിത്ര ക്ഷേത്രഭൂമിയായി മാറിയിരിക്കുകയാണ്. ഇനി നാളെ ഈ അർണബ് ഗോസ്വാമിയുടെ ചാനൽ, ഹിന്ദി ചാനൽ, അവരെന്താണ് വാർത്ത കൊടുക്കാൻ പോകുന്നത്? ക്ഷേത്രഭൂമിയിൽ ജിഹാദികളുടെ പ്രകടനം. ഈ ഒരൊറ്റ ദിവസം കൊണ്ട് മാടായിപ്പാറയെ കേരളത്തിലെ ഇടതുപക്ഷ ബുദ്ധിജീവികൾ ക്ഷേത്രഭൂമിയാക്കി മാറ്റിയിരിക്കും. ഇന്ത്യയിൽ RSSന് 100 കൊല്ലം കൊണ്ട് സാധിക്കാത്ത കാര്യമാണ്. ഇത്രയും വലിയൊരു പ്രദേശം ഒരൊറ്റ ദിവസം കൊണ്ട് ക്ഷേത്രഭൂമിയാക്കുക. എന്തിനാ അത് ചെയ്യുന്നത്? ഈ പോലീസിൻ്റെ RSS നയങ്ങളെ, പിണറായി വിജയൻ്റെ ആഭ്യന്തരമന്ത്രി എന്നുള്ള പരാജയത്തെ അതിനെ മറച്ചു പിടിക്കാൻ വേണ്ടി അങ്ങേയറ്റം കുടിലമായിട്ടുള്ള വർഗീയ തന്ത്രം എടുത്ത് കളിക്കുകയാണ്. ഈ ക്ഷേത്രഭൂമിയിൽ പ്രകടനം നടത്തുകയോ? പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാനാണ്? ഇവർ കലാപകാരികളാണ്. ഡോഗ് വിസിലിംഗ് നടത്തുകയാണ്. ഉത്തരേന്ത്യയിൽ RSSകാർക്ക് വേണ്ടി ഡോഗ് വിസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പിണറായി വിജയന് കവചമൊരുക്കാൻ വേണ്ടി മാത്രം. ഇത്രയും വിപൽക്കരമായ രീതിയിൽ ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ മുൻനിർത്തി ഇത്രയും വിപൽക്കരമായ അജണ്ടകൾ മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ സംസാരിക്കുവാൻ ഈ പറയുന്ന വിശാല ഇടതുപക്ഷം, അല്ലെങ്കിൽ എന്താണ് വിയോജിപ്പോടെ ഇടതുപക്ഷം എന്ന് പറയുന്ന ആ ലീഗിൽ പോലും, ആ കൂട്ടത്തിൽ പോലും ആളുകളില്ലാതെ സങ്കടകരമാണ്. മുഖ്യമന്ത്രി സംസാരിക്കും, മുഖ്യമന്ത്രി വിശദീകരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന അർത്ഥമില്ല. പാർട്ടി സമ്മേളനങ്ങളിൽ വിമർശിക്കപ്പെടാതെ, ചോദ്യം ചെയ്യപ്പെടാതെ, സംസാരിക്കപ്പെടാതെ പോകുന്നൊരു വിഷയം അതങ്ങനെ തന്നെ തുടരും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്.